ഹായ് സ്റ്റുഡൻസ്, ഞാൻ ബിനീഷ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് പോളിസി ഓഫ് മാനേജ്ഡ് ഫ്ലെക്സിബിലിറ്റി. ആഫ്റ്റർ റിവ്യൂവിംഗ് ദ മേജർ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് ദ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റംസ്, there arises an important question as to which system is better for a country to adopt. The answer will depend on the characteristics of the economy, and it will change with time as the economy changes. Economic and political factors and value judgments influence the choice of the exchange rate system for a particular country. ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് അതുപോലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള പ്രധാന വാദങ്ങൾ അവലോകനം ചെയ്ത ശേഷം ഒരു രാജ്യത്തിന് ഏത് സംവിധാനമാണ് സ്വീകരിക്കാൻ നല്ലത് എന്നൊരു പ്രധാന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അത്തരം സമ്പദ് വ്യവസ്ഥകളുടെ സവിശേഷതകളെ ആശ്രയിച്ചിരിക്കുകയും മാത്രമല്ല സമ്പദ് വ്യവസ്ഥ മാറുന്നതിനനുസരിച്ച് അത് മാറുകയും ചെയ്യും. സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടകങ്ങളും മൂല്യനിർണ്ണയവും ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ വിനിമയ നിരക്ക് സമ്പ്രദായത്തെ തിരഞ്ഞെടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. The rigidly fixed exchange rate policy and the freely flexible exchange rate policy are at the two extremes. Either of the two extreme policies suffers from certain defects or problems in practice. The different countries have attempted to adopt such exchange rate policies that tend to combine a certain degree of inflexibility with a reasonable degree of flexibility. Such policies are known as the policies of managed flexibility or controlled floating. റിജിഡ്ലി ആയിട്ടുള്ള ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പോളിസിയും അതുപോലെ ഫ്രീലി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് പോളിസിയും രണ്ട് തീവ്രതയിലാണ് നിൽക്കുന്നത്. അവയ്ക്ക് രണ്ടിനും ഒരുപാട് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ അത്തരം വിനിമയ നിരക്ക് നയങ്ങൾ സ്വീകരിക്കുവാൻ പ്രലോഭിച്ചിട്ടുണ്ട്. അവ ഒരു പരിധിവരെ വഴക്കമില്ലായ്മയെ ന്യായമായ അളവിലുള്ള വഴക്കവുമായിട്ട് സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാനേജ്ഡ് ഫ്ലെക്സിബിലിറ്റിയെ കൺട്രോൾഡ് ഫ്ലോട്ടിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് മാനേജ്ഡ് ഫ്ലെക്സിബിലിറ്റി. മാനേജ്ഡ് ഫ്ലെക്സിബിലിറ്റി പ്രധാനമായും 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം, സെക്കൻഡ് വൺ ട്രാവലിംഗ് പെഗ് സിസ്റ്റം, തേർഡ് വൺ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം. അതിൽ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം 2 തരത്തിലുണ്ട്, ക്ലീൻ ഫ്ലോട്ട് സിസ്റ്റം ആൻഡ് ഡേർട്ടി ഫ്ലോട്ട് സിസ്റ്റം. ഫസ്റ്റ് വൺ അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം. Adjustable peg system involves the pegging of exchange rate at a given level at the given time. It requires the defining of per value with a specific permitted band of variation along with the stipulation that the per value will be changed periodically and the currency devalued to correct a balance of payments deficits or revalued to correct a balance of payments surplus. As the situation changes, the old peg exchange parity when it is no longer feasible is abandoned and a new parity is established through devaluation or revaluation. In such a system, it is important that some specific objective rules are agreed upon and enforces to determine when a nation must readjust the per value and to what extent it should make the adjustment. ഇവിടെ അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് റേറ്റ് പോളിസിയാണ്. ഇതിൽ പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് വിനിമയ നിരക്ക് ഒരു നിശ്ചിത തലത്തിൽ പെഗ്ഗിംഗ് ആയിട്ട് ഉൾപ്പെടുന്നു. ഇതിന് ഒരു അനുവദനീയമായിട്ടുള്ളൊരു തുല്യ മൂല്യത്തെ നിർവചിക്കേണ്ടതുണ്ട്. ഒപ്പം ഓരോ മൂല്യത്തിനും ആനുകാലികമായി മാറ്റം വരുത്തുമെന്ന നിബന്ധനയും അതുപോലെ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് കമ്മി പരിഹരിക്കുന്നതിന് കറൻസി മൂല്യ തകർച്ചയും അല്ലെങ്കിൽ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മിച്ചം ശരിയാക്കാൻ മൂല്യനിർണ്ണയം നടത്തേണ്ടതും ഉണ്ട്. അതിൽ
കറൻസി, ഇതിൽ കറൻസി US ഡോളർ അല്ലെങ്കിൽ യൂറോ പോലുള്ളൊരു പ്രധാന കറൻസിയിലേക്ക് പെഗ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് നിശ്ചയിക്കുകയോ ചെയ്യാം. എന്നാൽ ഈ മാറുന്ന വിപണി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മാക്രോ സാമ്പത്തിക പ്രവണത എന്നിവയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത് വീണ്ടും ക്രമീകരിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ഇത്തരമൊരു സമ്പ്രദായത്തിൽ ചില നിയമങ്ങൾ അംഗീകരിക്കുകയും ഒരു രാജ്യം എപ്പോൾ തുല്യമൂല്യം ക്രമീകരിക്കുകയും അത് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതും പ്രധാനമാണ്. അതാണ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റത്തിൽ പറയുന്നത്. അടുത്തത് ട്രാവലിംഗ് പെഗ് സിസ്റ്റം. ട്രാവലിംഗ് പെഗ് സിസ്റ്റം ഈസ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീംസ് ഓഫ് ഫ്രീലി fluctuation exchange rates and perfectly stable exchange rates. It was devised in order to avoid the disadvantages of relatively large changes in pair values and possibly establishing speculation associated with the system of adjustable peg. In the case of traveling peg system, the pair values are changed by small pronounced amounts or percentages at frequent and clearly specified intervals such as 1 month or even a fortnight until the equilibrium exchange rate is reached. The peg is allowed to glide smoothly upward or downward. Any possibility of establishing speculation under the system of traveling peg can be compensated by manipulating the short-term interest rate. ട്രാവലിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വിനിമയ നിരക്ക് ക്രമീകരണത്തിൻ്റെ ഒരു സംവിധാനമാണ് ട്രാവലിംഗ് പെഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഫ്രീലി ഫ്ലക്ച്വേഷൻ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ പെർഫെക്റ്റ്ലി സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റും, ആ രണ്ട് എക്സ്ചേഞ്ച് റേറ്റിൻ്റെയും തീവ്രത തമ്മിലുള്ള ഒത്തുതീർപ്പാണ് പെഗ് സിസ്റ്റം, അതായത് ട്രാവലിംഗ് പെഗ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് തുല്യ മൂല്യങ്ങളിൽ വലിയ മാറ്റങ്ങളുടെ പോരായ്മകൾ ഒഴിവാക്കുന്നതിനും അതുപോലെ പെഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഹക്കച്ചവടങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിനുമായാണ് ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത്. ക്രാൾ ചെയ്യുന്ന പെഗ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ തുല്യ മൂല്യങ്ങൾ ചെറിയ ഉച്ചാരണം അല്ലെങ്കിൽ ശതമാനം ഉപയോഗിച്ച് ഇടയ്ക്കിടെ വ്യക്തമായും അല്ലെങ്കിൽ വ്യക്തമാക്കിയ ഇടവേളകളായ ഒരു മാസം അല്ലെങ്കിൽ ഒരു രാത്രി അല്ലെങ്കിൽ സമതുലിത വിനിമയ നിരക്ക് എത്തുന്നതുവരെ മാറുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ട്രാവലിംഗ് പെഗ് സിസ്റ്റം ദ പെർ വാല്യൂസ് ആർ ചേഞ്ച്ഡ് ബൈ സ്മാൾ പ്രൊനൗൺസ്ഡ് എമൗണ്ട്സ് ഓർ പെർസെൻറ്റേജ് അറ്റ് ഫ്രീക്വൻറ്റ് ആൻഡ് ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ്റർവെൽസ് such as 1 month or even a fortnight until the equilibrium exchange rate is reached. അതുപോലെ പെഗ് മുകളിലേക്കോ താഴേക്കോ സുഗമമായി നീങ്ങാൻ പെഗ് അനുവദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പെഗ് ക്രാൾ ചെയ്യുന്ന വ്യവസ്ഥയിൽ ഹക്കച്ചവടത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഏതൊരു സാധ്യതയും ഹ്രസ്വകാല പലിശ നിരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ നികത്താനാവും എന്നാണ് പറയുന്നത്. അതാണ് ട്രാവലിംഗ് പെഗ് സിസ്റ്റത്തിൽ പറയുന്നത്. അടുത്തത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം. അണ്ടർ ദ സിസ്റ്റം ഓഫ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് the monetary authorities of different countries are entrusted with the responsibility of intervening in the foreign exchange market to smoothen out the short-run fluctuations without attempting to affect the long-run trend in exchange rates. അതായത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് അതിൻ്റെ വ്യവസ്ഥയിൽ വിനിമയ നിരക്കിൻ്റെ ലോങ് ടേം പ്രവണതയെ ബാധിക്കാൻ ശ്രമിക്കാതെ ഷോർട്ട് ടേം ഏറ്റക്കുറച്ചിലുകൾ സുഗമമാക്കുന്നതിന് വിദേശ നാണ്യ വിപണിയിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം വിവിധ രാജ്യങ്ങളിലെ പണ അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. To the extent the countries are successful in this endeavor, they can secure the benefit that result from fixed exchange rates. It involves the government intervention to reduce the day-to-day volatility of currency fluctuations. The central bank intervene only to moderate short-run fluctuations by using or absorbing the international exchange reserves.
ഈ ശ്രമത്തിൽ രാജ്യം എത്രത്തോളം വിജയിക്കുന്നുവോ അവർക്ക് നിശ്ചിത വിനിമയ നിരക്കിൻ്റെ ഫലമായുണ്ടാകുന്ന ആനുകൂല്യങ്ങൾ അവിടെ നേടാനായിട്ട് കഴിയും. കറൻസി വ്യതിയാനങ്ങളുടെ ദൈനംദിന ചാഞ്ചാട്ടം കുറയ്ക്കുന്നതിനുള്ള സർക്കാർ ഇടപെടൽ ഇതിലുൾപ്പെടുന്നു. അതുപോലെ അന്താരാഷ്ട്ര വിനിമയ കരുതൽ ശേഖരം ഉപയോഗിച്ച് ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ ഇവിടെ ഇടപെടുന്നു. ഇനി മാനേജ്ഡ് ഫ്ലോട്ടിംഗ് സിസ്റ്റം 2 തരത്തിലുണ്ട്, ക്ലീൻ ഫ്ലോട്ട് ആൻഡ് ഡേർട്ടി ഫ്ലോട്ട്. ഫസ്റ്റ് വൺ, ക്ലീൻ ഫ്ലോട്ട്. In the case of clean float, the rate of exchange is allowed to be determined by the free market forces of demand and supply of foreign exchange. The exchange rate is permitted to move up and down. The foreign exchange market itself corrects the excess demand or excess supply conditions without the intervention of monetary authority. Thus, the policy of clean float is identical to the policy of freely fluctuating exchange rate. ഇവിടെ ക്ലീൻ ഫ്ലോട്ട് എന്ന് പറയുന്നത് ക്ലീൻ ഫ്ലോട്ട് എക്സ്ചേഞ്ച് നിരക്ക് നിർണ്ണയിക്കാൻ അനുവദിക്കുന്നത് സ്വതന്ത്ര കമ്പോള ശക്തികളാണ്. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് മുകളിലേക്കും താഴേക്കും നീക്കാൻ അനുവദിച്ചിരിക്കുന്നു. വിദേശ നാണ്യ വിപണി തന്നെ അധിക അതോറിറ്റിയുടെ ഇടപെടലില്ലാതെ അധിക ഡിമാൻഡോ അല്ലെങ്കിൽ അധിക വിതരണ സാഹചര്യങ്ങളോ ശരിയാക്കുന്നു. ഇതിനാൽ ക്ലീൻ ഫ്ലോട്ട് പോളിസി ഫ്രീലി ഫ്ലക്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റിന് സമാനമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡേർട്ടി ഫ്ലോട്ട്. ഇൻ ദ കേസ് ഓഫ് ഡേർട്ടി ഫ്ലോട്ട്, ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഈസ് sought to be determined by the market forces of demand and supply of foreign exchange. However, the monetary authority intervenes in the foreign exchange market through pegging operation either to smoothen or to eliminate the fluctuations altogether. It does mean that even the long-term trend in exchange rate is manipulated by the monetary authority. Such a policy of managed float is understood as the policy of dirty float. ഡേർട്ടി ഫ്ലോട്ടിൻ്റെ കാര്യത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നത് വിദേശ നാണ്യത്തിൻ്റെ ആവശ്യകതയുടെയും വിതരണത്തിൻ്റെയും വിപണി ശക്തികളാണ്. എന്നിരുന്നാലും ധനകാര്യ അതോറിറ്റി വിദേശ നാണ്യ വിപണിയിൽ ഇടപെടുന്നത് പെഗ്ഗിംഗ് പ്രവർത്തനങ്ങളിലൂടെ സ്മൂത്തൺ ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനോ ആണ്. വിനിമയ നിരക്കിൻ്റെ ദീർഘകാല പ്രവണത പോലും പണ അതോറിറ്റി കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥമാക്കുന്നത്. നിയന്ത്രിത ഫ്ലോട്ടിൻ്റെ അത്തരമൊരു നയം ഈ ഡേർട്ടി ഫ്ലോട്ടിൻ്റെ നയമായിട്ട് മനസ്സിലാക്കുന്നു. Thus, it can be said that because of the operational realities of foreign exchange markets, most countries have adopted intermediate regimes of various types of exchange rates, including the traveling pegs, fixed rates within bands, managed floats with no pre-announced path, and independent floats with market intervention moderating the rate of change and preventing undue fluctuations. By and large, most countries have some variety of managed floats and the central banks intervenes in the market periodically. അതിനാൽ വിദേശ നാണ്യ വിപണികളുടെ പ്രവർത്തന യാഥാർത്ഥ്യങ്ങൾ കാരണം മിക്ക രാജ്യങ്ങളും വിവിധ തരം എക്സ്ചേഞ്ച് നിരക്കുകളുടെ ഇൻ്റർമീഡിയറ്റായി സ്വീകരിച്ചിട്ടുണ്ട്. ബാൻഡുകളിൽ ക്രോൾ ചെയ്യുന്ന നിശ്ചിത നിരക്കുകൾ, മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത നിയന്ത്രിത ഫ്ലോട്ടുകൾ എന്നിവ മാറ്റത്തിൻ്റെ തോത് നിയന്ത്രിക്കുകയും അതുപോലെ അനാവശ്യമായ ഏറ്റക്കുറച്ചിലുകൾ തടയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മിക്ക രാജ്യങ്ങളിലും ചിലതരം നിയന്ത്രിത ഫ്ലോട്ടുകൾ ഉണ്ട്. സെൻട്രൽ ബാങ്കുകൾ ഇടയ്ക്കിടെ ഈ വിപണികളിലൊക്കെ ഇടപെടാറുണ്ട്. ഇതാണ് പോളിസി ഓഫ് മാനേജ്ഡ് ഫ്ലെക്സിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത്. ടൈപ്സ് ഓഫ് മാനേജ്ഡ് ഫ്ലെക്സിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഇതാണ്. ഓക്കെ, താങ്ക് യു.